വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്നുള്ളത് പ്രധാനമന്ത്രിയെ ദില്ലിയിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണുന്നു എന്നത് തന്നെയാണ്. കേരളത്തിന് ആവശ്യപ്പെട്ട വയനാടിന് വേണ്ടുന്ന കേന്ദ്ര സഹായം അത് പ്രഖ്യാപിക്കാൻ വൈകരുത്, സാമ്പത്തിക സഹായം പാക്കേജ് അടിയന്തരമായി വേണം എന്ന ഒരു പൊതു ആവശ്യമാണ് ഇന്ന് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് അവതരിപ്പിക്കുക. രാവിലെ 10:45 ഈ കൂടിക്കാഴ്ച ദില്ലിയിൽ ഉള്ളത്. ആ അനുമതിയാണ് മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രിയെ കാണാനുള്ള അനുമതി ആ നിലയിലാണ് ലഭിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ മേപ്പാടിയിലെ സ്കൂളുകൾ ഒക്കെ പ്രവർത്തിച്ചു തുടങ്ങുകയാണ്. കാരണം അവിടെ ഉണ്ടായിരുന്ന ക്യാമ്പിലെ ആളുകളെ മുഴുവൻ ഇപ്പോൾ മറ്റ് താൽക്കാലിക കെട്ടിടങ്ങളിലേക്ക്, അത് വാടക വീടുകളിലേക്കും ക്വാർട്ടേഴ്സുകളിലേക്കും ഒക്കെ മാറ്റിക്കഴിഞ്ഞു. ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മുമ്പിൽ. അതേസമയം സൂചിപ്പാറ ഭാഗത്ത് ഇന്ന് തെരച്ചിൽ ഇന്നും തുടരും. കഴിഞ്ഞ ദിവസം അവിടുന്ന് ശരീരഭാഗങ്ങളൊക്കെ കിട്ടിയ ഒരു സാഹചര്യമുണ്ട്. മനുവാണ് വിശദാംശങ്ങളുമായി നമ്മൾക്കൊപ്പം ചേരുന്നത് വീണ്ടും. മനു, ഞാൻ ഈ പറഞ്ഞ വിധമാണ് ഇന്നും എല്ലാവരും ഉറ്റുനോക്കുന്നത് ആ പ്രദേശത്തേക്കും അതുപോലെ തന്നെ ദില്ലിയിലേക്കും. തീർച്ചയായും ശരത്ത് പറഞ്ഞതുപോലെ തന്നെ വയനാട് എന്ന് ആകാംക്ഷയോടെ ദില്ലിയിലേക്ക് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ ഒരു റിസൾട്ട് എന്താകുമെന്നറിയാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. കാരണം നമ്മൾ കേന്ദ്ര സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നു. നമ്മൾ ആ മെമ്മോറാണ്ടം അടക്കമുള്ള കാര്യങ്ങളൊക്കെ കേന്ദ്ര സർക്കാരിന് മുൻപിലേക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സംഘങ്ങളൊക്കെ ഇവിടെ പരിശോധന നടത്തുകയും അതിൻ്റെ റിപ്പോർട്ടുകളും വിവിധ രീതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും എന്തായിരിക്കാം ആ കൂടിക്കാഴ്ചയിൽ ഉയർന്നു വരുന്ന ഒരു തീരുമാനം എന്നതിനെ വളരെ ആകാംക്ഷയോടെ തന്നെ കാത്തു നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ശരത്ത് നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ കേന്ദ്ര സഹായം ഇതുവരെ ലഭ്യമായിട്ടില്ലെങ്കിൽ പോലും ഒരു പരാതികൾക്കും ഇടയില്ലാത്ത വിധം ഇവിടെ താൽക്കാലിക പുനരധിവാസം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരെയും ക്യാമ്പുകളിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. അതിന്റെ ഫലമായിട്ടാണ് ഇന്നിപ്പോൾ മേപ്പാടിയിലെ സ്കൂൾ തുറക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ ദുരന്തമുണ്ടായതിന്റെ അന്ന് മുതൽ തന്നെ വലിയൊരു ക്യാമ്പ് പ്രവർത്തിക്കുകയായിരുന്നു. 225ഓളം കുടുംബങ്ങൾ ഈ ക്യാമ്പിൽ ഇത്രയും ദിവസം താമസിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ ക്യാമ്പ് പൂർണ്ണമായും അവസാനിക്കുന്നു. എല്ലാവരെയും മാറ്റിയതോടുകൂടി അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ അധ്യയനം തുടങ്ങുകയാണ്. അധ്യയനം തുടങ്ങുമ്പോൾ കുട്ടികൾ അങ്ങോട്ടേക്ക് എത്തുന്നു. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അടുത്ത മാസം 2-ാം തീയതി, അതായത് സെപ്റ്റംബർ മാസം 2-ാം തീയതിയാണ് ദുരന്ത ബാധിത മേഖലയായ വെള്ളാർമല സ്കൂളിലെയും ഒപ്പം തന്നെ മുണ്ടക്കൈ സ്കൂളിലെയും കുട്ടികൾ മേപ്പാടി സ്കൂളിലേക്ക് പഠനത്തിനായി വരിക. അതായത് ദുരന്ത ഭൂമിയിൽ ഉണ്ടായിരുന്ന സ്കൂളിലെ കുട്ടികളുടെ പഠനം ആരംഭിക്കുന്നത് സെപ്റ്റംബർ മാസം 2-ാം തീയതി, അടുത്ത മാസം 2-ാം തീയതിയാണ്. അന്ന് ഒരു വിപുലമായ പ്രവേശനോത്സവം അടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ദുരന്ത ഭൂമിയിലെ കുട്ടികളെ മേപ്പാടി സ്കൂളിലേക്ക് വരവേൽക്കുക. അവർക്ക് മേപ്പാടി സ്കൂളിലും അതോടൊപ്പം തന്നെ അതിന് തൊട്ടടുത്തുള്ള APMJ ഹാളിലുമാണ് അവരുടെ പഠന സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അതിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇന്ന് മേപ്പാടി സ്കൂളിൽ അവിടെ ഇതുവരെ പഠിച്ചിരുന്ന കുട്ടികൾക്ക് ഇപ്പോൾ അധ്യയന വർഷം ക്യാമ്പ് മൂലം മുടങ്ങിയിരുന്നത് ഇന്ന് പുനരാരംഭിക്കുന്നത്. അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഇവിടെ പറയാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ശരത്ത് പറയുന്ന പോലെ ഈ ആനടിക്കാപ്പ് സൂചിപ്പാറ മേഖലയിലുള്ള തെരച്ചിൽ നടപടികളാണ്. കഴിഞ്ഞ ദിവസം അവിടെ മിനിങ്ങാന്ന് അവിടെ നടത്തിയ തെരച്ചിലിൽ 6 ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. അതിൽ 5 എണ്ണം മനുഷ്യ ശരീരത്തിൻ്റെതാണ് എന്ന് ഇന്നലെ സുൽത്താൻ ബത്തേരി ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്നലെ അവിടെ തെരച്ചിലിൽ കാര്യമായൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്നലെ തെരച്ചിലിൽ ഒരു വലിയ വെല്ലുവിളിയായത് ഇന്നലെ ശക്തമായ മഴയും കോടമഞ്ഞും ആ പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നത് വലിയ വെല്ലുവിളിയായി ഉണ്ടായിരുന്നു. ഇന്നും അല്പസമയത്തിനകം തന്നെ അവിടെ തെരച്ചിൽ ആരംഭിക്കും. നമ്മളെയൊന്നും അങ്ങോട്ടേക്ക് ഇതൊരു ചെങ്കുത്തായ വനമേഖലയായതുകൊണ്ട് അങ്ങോട്ടേക്ക് കടത്തിവിടുന്നില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. അത്രമാത്രം ദുർഘടമായ പ്രദേശമാണ് അങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ. അതുകൊണ്ട് തന്നെ പ്രത്യേക ദൗത്യ സംഘമാണ്. ഒരു 43 പേരടങ്ങുന്ന 25 പേർ തെരച്ചിലിനും 18 പേർ ഉപകരണങ്ങളും മറ്റുമൊക്കെയായുള്ള സഹായത്തിനും 43 പേരടങ്ങുന്ന ഒരു സംഘമാണ് സൂചിപ്പാറ ആനടിക്കാപ്പ് മേഖലയിൽ തെരച്ചിൽ നടത്തുന്നത്. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പാക്കിക്കൊണ്ടാണ് ദൗത്യ സംഘത്തെ അങ്ങോട്ടേക്ക് വിട്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടി, വിട്ടുവീഴ്ചയില്ലാതെ എല്ലാ ദിവസവും ഒരു മാസം പിന്നിടുമ്പോഴും മനു സൂചിപ്പിച്ചതുപോലെ തെരച്ചിൽ തുടരുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഒറ്റ മാസം കൊണ്ട് തന്നെ ഈ ക്യാമ്പുകളിൽ കഴിഞ്ഞ കുടുംബങ്ങളെയൊക്കെ പുതിയ സ്ഥലത്തേക്ക് മാറ്റാൻ കഴിഞ്ഞു. വാടക കെട്ടിടത്തിലേക്ക്, സർക്കാർ ക്വാർട്ടേഴ്സുകളിലേക്കൊക്കെ മാറ്റാൻ കഴിഞ്ഞു. ആ നിലയിൽ അവരും ഒരു വലിയ ദുരന്തത്തെ അതിജീവിച്ച മനുഷ്യരാണ്. ആ നിലയിൽ നിലവിലെ സാഹചര്യത്തിൽ അവർ തൃപ്തരാണോ? അവരെ കാണാനായോ? അവരെന്താണ് പറയുന്നത്? തീർച്ചയായും അവരെ കാണാനായി, അവരോട് സംസാരിക്കാൻ കഴിഞ്ഞു. പക്ഷേ ശരത്തിൻ്റെ പ്രശ്നം വെച്ചാൽ അവർക്ക് പലർക്കും ക്യാമറ അഭിമുഖീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇത്രയധികം പ്രശ്നങ്ങളെ മറികടന്നു വന്ന മനുഷ്യരായതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ അവർ സംസാരിക്കുമ്പോൾ പറയുന്നത്, എനിക്ക് ഏറ്റവും അതിലൊരു അത്ഭുതം തോന്നിയത് ഈ നിമിഷം വരെ ചെറിയ പരാതികൾ പോലും ഉണ്ടാകുന്നില്ല എന്നതാണ്. ഒരു പരാതികൾക്കും ഇടയില്ലാത്ത വിധത്തിൽ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ താൽക്കാലിക പുനരധിവാസം പൂർത്തിയാക്കിയിരിക്കുന്നുവെന്നാണ്. ഒരു പരാതിയും ഉണ്ടായിട്ടില്ല. ആദ്യം ഈ വാടകയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് 6000 രൂപയ്ക്ക് എല്ലായിടത്തും വീട് കിട്ടാനില്ലായിരുന്നു. അപ്പോൾ
അത് നമ്മൾ മന്ത്രി കെ രാജന്റെ അടക്കമുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി, മന്ത്രി മുഹമ്മദ് റിയാസിന്റെ അടക്കമുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ വളരെ വേഗത്തിൽ ഇടപെടലുകൾ വരുന്നു. ആ മന്ത്രിതല ഉപസമിതി ഇടപെടലുകൾ വരുന്നു. അതിന്റെ ഫലമായിട്ട് പ്രാദേശിക തലത്തിലുള്ള ജനപ്രതിനിധികളൊക്കെ വീട് നൽകുന്നവരോടൊക്കെ സംസാരിച്ച് ആ വാടകയിൽ തന്നെ നൽകുകയും ഒപ്പം തന്നെ ഡിപ്പോസിറ്റ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ വളരെ ചെറിയ തോതിൽ മാത്രമേ വാങ്ങുകയും ചെയ്തിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും പിന്നീടുണ്ടായില്ല. മാത്രമല്ല ഗവൺമെന്റ് ക്വാർട്ടേഴ്സുകളൊക്കെ തയ്യാറാക്കി അതിലേക്കും ആളുകളെ മാറ്റി ഹോം സ്റ്റേ വരെ വിട്ടു നൽകി. അതായത് സ്ഥിരമായി ടൂറിസ്റ്റുകളെ താമസിപ്പിച്ചിരുന്ന ആധുനിക സംവിധാനങ്ങളുള്ള ഹോം സ്റ്റേകൾ വരെ വിട്ടു നൽകിയിട്ടുണ്ട് ഇവിടെ ആളുകൾ. ആ രീതിയിൽ അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മറ്റൊന്ന്, ഈ ക്യാമ്പുകളിൽ നിന്ന് ഇവരെ വെറുതെ പറഞ്ഞു വിടുകയല്ല ശരത്ത് ചെയ്തത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവരൊക്കെ ഈ ക്യാമ്പുകളിലേക്ക് വന്ന് നമുക്കറിയാം, ആ ദുരന്തമുണ്ടായ രാത്രി ഉടുത്തിരുന്ന ഉടുപ്പോടുകൂടി ക്യാമ്പുകളിലേക്ക് വന്ന ആളുകളാണ്. അപ്പോൾ അവർ തിരികെ ഈ വീടുകളിലേക്ക് പോകുമ്പോൾ, താൽക്കാലിക സ്ഥലത്തേക്ക് പോകുമ്പോൾ അവർക്കൊരു പുതിയ ജീവിതം തുടങ്ങുന്ന രീതിയിൽ തന്നെ വേണം പോകാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ വീട്ടുപകരണങ്ങളും, അതായത് ഇപ്പോൾ അടുക്കളയിൽ ഗ്യാസ് സ്റ്റൗ മുതൽ ഗ്യാസ് കണക്ഷൻ മുതൽ 3 മാസത്തേക്കുള്ള ഫുഡ് കിറ്റ്, ഒപ്പം തന്നെ കട്ടില്, കിടക്ക, അലമാര, കസേര, മേശ, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഫാൻ അടക്കം നൽകിക്കൊണ്ടാണ് അവരെ പറഞ്ഞു വിട്ടത്. അപ്പോൾ അത്തരത്തിൽ ഏറ്റവും പരാതികൾക്ക് ഇടമില്ലാത്ത വിധത്തിൽ അത് പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. അതൊരു ഒരു ക്രെഡിറ്റായോ നേട്ടമായോ അല്ല നമ്മളത് പറയുന്നത്. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടുത്തെ ആ മനുഷ്യർക്ക്, ശരത് നേരത്തെ പറഞ്ഞതുപോലെ ഈ വലിയ ദുരന്തത്തെ അതിജീവിച്ചെത്തിയ മനുഷ്യർക്ക് സർക്കാർ സംവിധാനങ്ങളോട് വലിയൊരു അറ്റാച്ച്മെന്റ് അവർക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നതാണ് വസ്തുത. അത് അവർ ആ രീതിയിൽ അവർ അതിനോട് മറിച്ച് പെരുമാറുകയും ചെയ്യുന്നുണ്ട്. നല്ലൊരു അറ്റാച്ച്മെന്റ് അവർക്ക് ലഭിക്കുന്നു. ഒപ്പം ഒരു കാര്യം കൂടി പ്രധാനപ്പെട്ടതുണ്ട്. കൗൺസിലിംഗ് സംഘങ്ങൾ ഈ വീടുകളിൽ കൃത്യമായി സന്ദർശനം നടത്തുന്നു എന്നതാണ്. അതായത് ഈ ദുരന്തം കൺമുന്നിൽ കണ്ട് ഇത്രയും മൃതദേഹങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ കൺമുന്നിൽ കണ്ട കുട്ടികളടക്കം വലിയ മാനസിക സമ്മർദ്ദത്തിലാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അത് പരിഹരിക്കാനായി കൗൺസിലിംഗ് സംഘങ്ങളടക്കം സ്ഥിരമായി ഈ വീടുകളിലൂടെ സന്ദർശനം നടത്തി അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ക്യാമ്പുകൾ അവസാനിപ്പിച്ചു എന്ന ഇടത്ത് സർക്കാരിന്റെ ഉത്തരവാദിത്തം അവസാനിക്കുന്നില്ല എന്നത് തന്നെയാണ്. കൃത്യമായി ഫോളോ അപ്പുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേക ഉദ്യോഗസ്ഥ സംഘമുണ്ട് ഈ വീടുകളിൽ താമസിപ്പിച്ചിരിക്കുന്ന മനുഷ്യരുടെ പരാതികൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട്. അത് മാത്രമല്ല, ഒരു പുതിയ നമ്പരും കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലൊക്കെ വിളിക്കാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ആ നമ്പരെല്ലാം പ്രസിദ്ധീകരിച്ചതാണ്. അപ്പോൾ അങ്ങനെ എല്ലാ സംവിധാനങ്ങളും നൽകിയിട്ടുണ്ട് താൽക്കാലിക പുനരധിവാസത്തിൽ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇനിയിപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സ്ഥിരമായ പുനരധിവാസം, അതിന് കേന്ദ്രത്തിന്റെ വലിയ സഹായം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും കൂടിക്കാഴ്ച നടത്തി കഴിയുമ്പോൾ ഒരു പക്ഷേ അതിലൊരു തീരുമാനം ഉണ്ടാകുമെന്ന വലിയൊരു ആകാംക്ഷ വയനാടിനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി കാത്തു നിൽക്കുകയാണ്. ഏതായാലും നമുക്കൊരു പക്ഷേ വരും സമയങ്ങളിൽ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ കഴിയുമെന്ന് ഇന്നത്തെ വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതുതന്നെയാണ്. ദില്ലിയിലെ കൂടിക്കാഴ്ച. മനു ഇപ്പോൾ കൽപ്പറ്റയിൽ നിന്ന് സൂചിപ്പിച്ചതുപോലെ ദില്ലിയിലെ കൂടിക്കാഴ്ചയിൽ കേരളത്തോട് കേന്ദ്രം എത്രമാത്രം അനുഭാവപൂർവ്വം ഒരു നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മളിതൊക്കെ കാണുമ്പോൾ നമ്മൾ ആലോചിച്ചു പോകുന്നൊരു കാര്യം. കേരളം ഇത്തരമൊരു ദുരന്തം അതിനെ അതിജീവിച്ച് ദുരന്തബാധിതരെ ഈ വിധം കൈപിടിച്ചുയർത്തുമ്പോൾ അതിൽ കാട്ടിയ മികവിനു കൂടി യഥാർത്ഥത്തിൽ ഒരു സാമ്പത്തിക സഹായം അതുകൂടി കണ്ടുകൊണ്ട് കേരളം എന്ന സംസ്ഥാനത്തെ മാനിച്ചും ആദരിച്ചും കൂടി പണം നൽകാൻ കേന്ദ്രം തയ്യാറാകേണ്ടതുണ്ട് എന്നാണ് യഥാർത്ഥത്തിൽ ഇത് ഓരോന്ന് കാണുമ്പോഴും തോന്നുന്നത്. പരാതികളില്ലാതെ കുറ്റമറ്റ രീതിയിൽ മികച്ച സംവിധാനം, ഒരു ഉദ്യോഗസ്ഥ സംവിധാനം, ഏറ്റവും മികച്ച ഒരു ഉദ്യോഗസ്ഥ സംവിധാനം ഇതൊക്കെ നേരിടാൻ, കൈകാര്യം ചെയ്യാൻ സജ്ജമാകും വിധം അവിടെ തുടർച്ചയായി എണ്ണയിട്ട യന്ത്രം പോലെ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നത് നമ്മൾ കാണണം. അതല്ലാതെ എവിടെയെങ്കിലും അത് ഒന്ന് ദുർബലപ്പെട്ടു പോകുന്ന, അലോസരപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ ഒരു മയപ്പെട്ടു പോകുന്നതോ ഒരു അലസത ബാധിച്ചതോ അല്ലാത്ത ഒരു സംവിധാനം, അതാണ് നമ്മൾ ഓരോ ദിവസവും അവിടെ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്.